എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോളം ചെമ്മീനാണ് കിള്ളി വൃത്തിയാക്കി എടുത്തേക്കുന്നത്. ടൈഗർ പ്രോൺസും ചൂടൻ ചെമ്മീനും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുരുമുളക് എല്ലാം ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ റൈസ് വേവിക്കാനായിട്ട് ചെമ്മീൻ്റെ സ്റ്റോക്ക് വാട്ടർ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൊണ്ട് ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ തലത് ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ബിരിയാണി 1 കപ്പ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം എടുത്ത് അത് ഇതുപോലെ തിളപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഉള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് റൈസിലേക്ക് ഇടാനുള്ള സവാള നന്നായിട്ട് ഫ്രൈ ചെയ്യാം. സവാള ഫ്രൈ ചെയ്ത ശേഷം മാറ്റി ആ സെയിം പാനിലേക്ക് തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ നമുക്ക് ചെമ്മീൻ ഒരു ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അത് ഫ്രൈ ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് 2 ടേബിൾ സ്പൂൺ ഇട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, ബേ ലീഫിൻ്റെ ഇല ഒക്കെ ഇടാം. അതിന് പിന്നെ ഒരു ചെറിയ ഒരു സവാള കട്ട് ചെയ്തതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് റൈസ് കഴുകി വെള്ളത്തിലിട്ട് 20 മിനിറ്റ് വെള്ളത്തിലിട്ട് റൈസ് വെള്ളം കളഞ്ഞിട്ട് അതും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചെമ്മീത്തിൻ്റെ സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും നാരങ്ങ നീരും ഇടാം. കുറച്ച് മല്ലിയിലയും ഒരു ഫ്ലേവറിന് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക ആ വെള്ളത്തിലേക്ക്. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. ജസ്റ്റ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കാം അരി. ഞാനിവിടെ ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ബസ്മതിയുടെ നീളം കൂടിയ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കൈമ റൈസ്, ചെറിയ റൈസാണ്, ജീരകശാല റൈസാണ് ഇഷ്ടമുള്ളവർ അതെടുക്കാം. അപ്പോൾ അതേ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം, ചെമ്മീൻ ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ആ ഓയിൽ തന്നെ അഴിച്ചെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ടൊന്ന് ഇത് ചെയ്യുക. അതിനുശേഷം ഫ്രൈ ചെയ്ത ചെമ്മീനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം അടച്ചു വെച്ച് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം. കുറച്ച് പുതിയനയിലയും മല്ലിയിലയും കൂടി ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ദമ്മിടാം. റൈസ് ഗ്രേവിയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിയനയില, മല്ലിയില എല്ലാവരും സ്പ്രെഡ് ചെയ്ത് അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയനും കാഷ്യൂസും മുന്തിരിയും കൂടി ഇട്ട് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് ഇതുപോലെ ഇതാക്കിയെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യം, റൈസ് വേവിക്കുമ്പോൾ സ്റ്റോക്ക് വാട്ടറിൽ തന്നെ ചെമ്മീൻ്റെ തല ബോയിൽ ചെയ്ത ആ വെള്ളത്തിൽ തന്നെ ഇത് ചെയ്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അതാരും സ്കിപ്പ് ചെയ്യാതിരിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.